2020 ലുവല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം ഇപ്പോൾ ഒരു 5 വർഷം കഴിയുന്നു അല്ലേ? മൂവാറ്റുപുഴയിൽ ആദ്യമായി ഇലക്ഷൻ നിൽക്കുന്ന സമയത്തും ഒന്നും അറിയില്ലെങ്കിലും പറഞ്ഞിരുന്നൊരു കാര്യമാണ് നമ്മളായി തന്നെ പ്രസന്റ് ചെയ്യുക എന്നുള്ളത്. ഇത് ശരിക്കും ലുവല്ലയിലും ഇതുപോലെ തന്നെയാണോ കാര്യങ്ങൾ ചെയ്യുന്നത്? അപ്പോൾ ഒരു 5 വർഷത്തെ ഈ ഒരു വളർച്ചയുണ്ടല്ലോ, അതായത് 2020 സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. ശേഷം ഇപ്പൊ 5 വർഷമായി. അപ്പൊ ഈ 5 വർഷത്തിനിടയിൽ നമ്മളോട് വരുന്ന ക്ലയൻസിനോട് നമ്മൾ പറയുന്ന നമ്മുടെ ഒരു യുണീക്നെസ് എന്താണ്? ലുവല്ലയുടെ മറ്റ് ഒരുപാട് ഇന്റീരിയർ ഡിസൈൻ കമ്പനീസ് ഉണ്ട്, ഫ്രീലാൻസേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ദെൻ വൈ ലുവല്ല എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ അതിനെ അഡ്രസ് ചെയ്യുക? ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങൾക്ക് ഇപ്പം നമ്മുടെ കേരളത്തിലെ എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ ഏറ്റവും ടോപ്പായിട്ടുള്ള ഇൻറ്റീരിയർ കമ്പനികളുടെ ഫാക്ടറികളിൽ പലപ്പോഴും അവരുടെ എംപ്ലോയീസിന് പോലും, അവിടെ അലോട്ട് ചെയ്യപ്പെടാത്ത എംപ്ലോയീസിന് പോലും എൻട്രി ഉണ്ടാവില്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഫാക്ടറിയിൽ ആർക്ക് വേണമെങ്കിലും വാക്കിൻ ചെയ്യാം, അവിടുത്തെ പ്രോസസ്സ് എന്താണെന്ന് കണ്ട് മനസ്സിലാക്കാം. നമ്മുടെ ഒരു ക്ലയൻറ്റിന് നമ്മളൊരു ടൈം അലോട്ട് ചെയ്ത് കൊടുക്കും, ഇന്ന സമയത്ത് പ്രൊഡക്ഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ ഒരു അപ്പോയിൻമെൻറ്റിൻ്റെ ആവശ്യമില്ല. ക്ലയൻറ്റിന് എപ്പോൾ വേണമെങ്കിലും ഫാക്ടറിയിലേക്ക് നേരിട്ട് വരാം, അവരുടെ കൺസേൺ പേഴ്സണെ കോൺടാക്ട് ചെയ്യാം, ഒരു ഇൻറ്റിമേഷനും വേണ്ട. അപ്പോൾ അതൊരു ട്രാൻസ്പെറൻസിയാണ്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഞാൻ ആദ്യം ചെയ്ത വർക്കിൽ ഞാൻ അത്രയും കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി ചെയ്തപ്പോൾ അതിൽ എനിക്ക് 100% സാറ്റിസ്ഫാക്ഷൻ കിട്ടാതെ വന്നപ്പോൾ എനിക്കുണ്ടായ ഒരു വിഷമമുണ്ട്. ഈ ഒരു വിഷമം ഒരു ക്ലയൻറ്റിനും ഉണ്ടാകരുത്. അപ്പോൾ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നത് തന്നെ. ലുവല്ല ഈസ് കംപ്ലീറ്റ് ഇന്റീരിയർ സൊല്യൂഷൻ, റൈറ്റ്? അല്ലേ? എല്ലാ രീതിയിലും, ഫർണിച്ചർ ആണെങ്കിലും മൊത്തത്തിൽ നമ്മൾ എല്ലാ രീതിയിലും ചെയ്യുന്നുണ്ട്. ടേൺകീ പ്രോജക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം ചില പ്രോജക്റ്റുകളൊക്കെ നമ്മൾ അവരവരുടെ ഡ്രസ്സുമായിട്ട് ജസ്റ്റ് വാക്കിൻ ചെയ്താൽ മതി. നമ്മളെല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് ബെഡ്ഷീറ്റ് വരെ വിരിച്ചിട്ട് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെച്ച് കംപ്ലീറ്റ്ലി ഡെക്കർ ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് ഹാൻഡ് ഓവർ ചെയ്യുന്നതുമുണ്ട്. ഇനി ചില ക്ലയൻസിന് അതൊന്നും ആവശ്യം ഉണ്ടാവില്ല, അല്ലാതെ ഫർണിച്ചേഴ്സ് മാത്രം ചെയ്താൽ മതി, അത് അങ്ങനെയും ചെയ്യും. ഡിസൈൻ മാത്രമായിട്ട് കൊടുക്കുന്നുണ്ട്, ഡിസൈൻ മാത്രമായിട്ടും ചെയ്തു കൊടുക്കുന്നുണ്ട്, ഇംപ്ലിമെന്റേഷൻ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഫർണിഷിങ് മാത്രമായിട്ട്, അതായത് ബാക്കി ഡെക്കർ അങ്ങനത്തെ ഐറ്റംസ് ഇല്ലാണ്ട് അങ്ങനെയും ചെയ്തു കൊടുക്കുന്നുണ്ട്.